എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൻ്റെ വീഡിയോയിൽ 2025 നിങ്ങളൊരു എൽ ഡി ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പെൻഷൻ എത്രയാണെന്ന് നോക്കാം. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. ഇപ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സിസ്റ്റമാണ്. നമ്മളും നമ്മളുടെ സാലറിയുടെ ഒരു പെർസെൻറ്റേജ് പെൻഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബേസിക് പേയും അതുപോലെ തന്നെ ഡി എയും ഒക്കെ ബേസ് ചെയ്തിരിക്കും നമ്മൾ എത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സർവീസ് കാലയളവിൽ പ്രൊമോഷൻസും ഇൻക്രിമെൻറ്റ്സും ഒക്കെ നിങ്ങൾക്കുണ്ടാവും. അതിനെല്ലാം ബേസ് ചെയ്തിരിക്കും ഈ ഒരു പെൻഷൻ വരുന്നത്. എക്സാക്റ്റ് വാല്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നല്ല ഒരു റേഞ്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം. 30 വയസ്സിലാണ് 2025 നിങ്ങൾ എൽ ഡി ക്ലർക്കിന് ജോയിൻ ചെയ്യുന്നതെന്ന് വെക്കുക. 2055 ആയിരിക്കും നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഇയർ വരുന്നത്. ഏകദേശം 30 വർഷത്തെ സർവീസ് ടോട്ടൽ വരും. ബേസിക് സാലറിയുടെ 10%, ഡിയർനെസ് അലവൻസിൻ്റെ 10%, അതായത് ബേസിക് പേയും ഡി എയും കൂടെ ചേർത്തതിന് ശേഷം അതിൻ്റെ 10% നമ്മൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിലേക്ക് അടയ്ക്കേണ്ടത്. 14% സർക്കാരും അടയ്ക്കുന്നതായിരിക്കും. ഈ ഒരു തുക നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ വേരി ചെയ്തുകൊണ്ടിരിക്കും. സർവീസ് കാലയളവിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അടയ്ക്കുന്ന തുകയിലും വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ എടുക്കുന്നത് ഈ ഒരു അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ മാർക്കറ്റ് റിട്ടേൺ ആയിട്ട് 8% തൊട്ട് 10% വരെയാണ്. ഈ ഒരു മാർക്കറ്റ് റിട്ടേൺ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പെൻഷൻ എമൗണ്ടിലും ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ഈ ഒരു കാൽക്കുലേഷനിൽ 8 മുതൽ 10% വരെ മാർക്കറ്റ് റിട്ടേൺ ആണ് നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. റിട്ടയർമെൻറ്റ് സമയത്ത് നമ്മൾ അടച്ച ആ ഒരു തുക ഒരു കോർപ്പസിൽ നിന്ന് ഒരു 40% നമ്മൾ ആ ഒരു ആന്വിറ്റി പർച്ചേസ് ചെയ്യാനായിട്ടും ഉപയോഗിക്കണം. 5% തൊട്ട് 7% വരെയാണ് ഈ ഒരു ആന്വിറ്റി വാല്യൂ നമ്മൾ റിട്ടേൺസ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കാൽക്കുലേഷൻ അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചും നമ്മളുടെ പെൻഷനിൽ വ്യത്യാസം വരാം. അപ്പോൾ 2025 നമ്മൾ 30,000 രൂപയാണ് ബേസിക് പ്ലസ് ഡി എ ആയിട്ട് എടുക്കുന്നത്. 30 വർഷത്തിന് ശേഷം നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് 75,000 ടു 85,000 എന്നൊരു സാലറിയാണ് നമ്മൾ കാൽക്കുലേഷൻ എടുക്കുന്നത്. ഈ ഒരു വാല്യൂസാണ് വരുന്നതെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പെൻഷൻ തുക എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് 30 വർഷം കൊണ്ട് ഏകദേശം 65 തൊട്ട് 85 ലക്ഷം വരെയുള്ള ഒരു കോർപ്പസ് വാല്യൂ നമുക്ക് ലഭിക്കുന്നതായിട്ട് കണക്കാക്കാം. ഇതിൽ ഈ ഒരു 60%, ഈ ഒരു തുകയുടെ 60% നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും റിട്ടയർ ചെയ്യുന്ന സമയത്ത്. ബാക്കിയുള്ള 40% കൊണ്ട് നമ്മളൊരു ആന്വിറ്റി പർച്ചേസ് ചെയ്യുന്നു. ഈ ഒരു ആന്വിറ്റിക്ക് 5% തൊട്ട് 7% വരെ മാർക്കറ്റ് റിട്ടേൺസ് ലഭിക്കുമെന്ന് നമ്മൾ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൻ്റെ ആവറേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 70 ലക്ഷം രൂപ നമുക്ക് 30 വർഷത്തിന് ശേഷം കോർപ്പസ് ആയിട്ട് ലഭിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 42 ലക്ഷം രൂപ, അതായത് ഇതിൻ്റെ 60% 42 ലക്ഷം രൂപ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാം. ബാക്കി 28 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ റിട്ടേൺ ആയിരിക്കും പെൻഷനായി ലഭിക്കുക. ഏകദേശം 12,000-നും 17,000-നും ഇടയിലുള്ള തുകയായിരിക്കും നമുക്ക് പെൻഷനായിട്ട് ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 40 ലക്ഷത്തോളം രൂപ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാനായിട്ടും വൺ ടൈം ലഭിക്കുന്നതായിരിക്കും. ഈ കാഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.